ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഡയറക്ടർ ലോകേഷ് കനകരാജ് അങ്ങനെ നായകനായിട്ട് വരുന്ന DC മൂവിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സുഹൃത്തുക്കളെ. ഇത് ആക്ച്വലി ഒരു ഡാർക്ക് റൊമാൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമ, റൊമാൻസ്, ആക്ഷൻ, ഇങ്ങനെ എല്ലാ ജോണറിലും കൂടെ പോകുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. എൻ്റെ മോനെ എടേ, എനിക്ക് ഇതിന്റെ ട്രെയിലർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ലോകേഷിന്റെ പെർഫോമൻസ് ആണ് കാണേണ്ടത്. കാരണം പുള്ളിക്കാരൻ ഇതുപോലെ ആക്ടേഴ്സിനെ വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഒരു കിടുക്കൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ഹൗ ഹീ ഗോയിങ് ടു പെർഫോം എന്നുള്ളൊരു സാധനമായിരുന്നു എനിക്ക് കാണേണ്ടത്. ശരിക്കും ഞെട്ടിച്ച്. ഒരു ഫസ്റ്റ് ടൈമാണ് പുള്ളിക്കാരൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനമേ അവിടെ കണ്ടില്ല. ഐ തിങ്ക് പല ഡയറക്ടേഴ്സും ആക്ടിങ്ങിലേക്ക് വന്നിട്ട് പലരും അവരെ കൊണ്ട് എന്താ പറയുക, പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സൊക്കെ എടുത്ത് ഒരുമാതിരി വല്ലാതെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ബട്ട് പുള്ളിയെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ബട്ട് ഹീ പ്രൂവ്ഡ് പുള്ളിയെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് എന്നുള്ളത് പുള്ളി കിട്ടിക്കൊണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പടത്തിന്റെ വൺ ഓഫ് ദ എന്നല്ല, ദ ബെസ്റ്റ് പില്ലർ. അല്ലെങ്കിൽ ഈ ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ആളുടെ വർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പടം അടപടൽ ഇരുന്നു പോകും. അനിരുദ്ധ്, എൻ്റെ മോനെ, എൻജാതി വർക്കാണ് ചെയ്തു വെച്ചേക്കുന്നത്. അനിരുദ്ധിന്റെ BGM അല്ലെങ്കിൽ അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ അനിരുദ്ധിന്റെ ആ ഒരു വർക്കിനാണ് ഈ പടം കംപ്ലീറ്റ് ലിഫ്റ്റ് ആയി നിന്നത്. എൻ്റെ പോലെ കിടുക്കൻ കിടുക്കൻ വർക്ക്. ഹാറ്റ്സ് ഓഫ് ടു അനിരുദ്ധ് ഫോർ പുൾ ഓഫ് ദിസ് മൂവി. കിടുക്കൻ. ഐ തിങ്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ആ മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഷുവർ എനിക്ക് പടം വർക്ക് ആവുമോ ഇല്ല എന്നുള്ള കാര്യം. പടത്തിനെ കുറിച്ച് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ കിടുക്കുന്ന ഒരു ഇന്റർവെല്ല്, കിടുക്കുന്ന ഒരു ക്ലൈമാക്സ്. ഐ തിങ്ക് അടുത്തിടയ്ക്കൊന്നും ഞാൻ ഈ ടൈപ്പ് ഓഫ് ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഒരു ഇന്റർവെൽ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല തമിഴ് മൂവിക്കകത്തുള്ള. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. ഫാമിലി ആയിട്ട് അത്ര കാണാം, ഐ മീൻ എക്സ്പെഷ്യലി കിഡ്സുമായിട്ട് പോകാൻ പറ്റിയ പടമല്ല. സോ അത് ജസ്റ്റ് ഒന്ന് മൈൻഡ് വെച്ചേക്കുക. പിന്നെ അതുപോലെ വിട്ടുപോയ ഒരാളാണ് വാമികയും അത്യാവശ്യം നല്ല കിടുക്കാനായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഈ പടത്തിന് വലിയ ആൾത്തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല. ഐ മീൻ എണ്ണിപ്പെറുക്കി 10, 11, 12 പേരിലാണ് ഞാൻ ആ പടം കണ്ടത്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക. പിന്നെ ഈ പറഞ്ഞതുപോലെ പടം ആക്ച്വലി 18+ ആണ്. അതായത് കുറച്ചധികം ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫാമിലി ആയിട്ട് എന്തെങ്കിലും പോയി കാണാൻ പറ്റില്ല. എക്സ്പെഷ്യലി കിഡ്സായിട്ട് പോയി കാണാൻ പറ്റിയ പടമല്ല. ഐ ഹോപ്പ് നാളെ തൊട്ട് ചിലപ്പം ഈ പടത്തിന് ആൾ കയറും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക DC എന്ന് പറയുന്ന മൂവി. സോ ഈ ഗൈസ്, അപ്പോൾ അതാണ് DC എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ അത്രേ ഉള്ളൂ.